അപ്പം പതിവ് പോലെ ഇന്ന് തിങ്കളാഴ്ച 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ഇന്ന് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസം മാത്രമല്ല, ഇന്ന് സംക്രമം കൂടിയാണ്. അപ്പോൾ നമുക്കിവിടെയൊക്കെ ഇന്നാണ് സംക്രമം. ചില സ്ഥലങ്ങളിൽ സംക്രമത്തിന് മാറ്റം ഉണ്ടാകുമെന്ന് അച്ഛൻ പറയുന്നത് കേട്ട്. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് പൂരിയാണ് ആക്കുന്നത്. മക്കൾക്ക് പൂരിയും അതിൻ്റെ കൂടെ കടലക്കറിയാണ് ആക്കിയത്. കടലക്കറിയിലേക്ക് ഞാൻ എപ്പോഴും പതിവുള്ളതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും അത് നിർബന്ധമായിട്ട് ഇടും. പിന്നെ അത്യാവശ്യം വേണ്ട മസാല മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കുക്കർ അടുപ്പ് വെച്ച് അത് ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കേക്കുള്ളത് കായ് വറവാണ് ആക്കുന്നത്. ഇന്നലെ അമ്മ കുറച്ച് പച്ചക്കായ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കായ് വറവ്. പിന്നെ ഇതാ ഞാൻ ചപ്പാത്തിയോട് ഒരു മല്ലാണ്. ഈ ചപ്പാത്തി സോഫ്റ്റ് ആകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് അടിച്ച് പരത്തി ആരോടൊക്കെയോ ഉള്ള ദേഷ്യം തീർക്കുന്നത് പോലെ ഇങ്ങനെ അതിനെ കുഴച്ചെടുക്കണം. ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ ചപ്പാത്തി ചുട്ടാൽ മതി കേട്ടോ. ഇതുപോലെ എല്ലാ ദേഷ്യവും അതിൻ്റെ മേലെ അങ്ങ് തീർക്കാമല്ലോ. അങ്ങനെ ചപ്പാത്തിയല്ല പൂരിയാണ്. അതിൻ്റെ ഉരുള കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന്. അങ്ങനെ ഇന്നലെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കൊഞ്ച്. അപ്പോൾ അമ്മ കറി വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ കറി വെക്കാത്തത് കാരണം ബാക്കി ഉണ്ടായിരുന്ന കൊഞ്ചനുണ്ടായിരുന്നു. അത് രാവിലെ തന്നെ എടുത്ത് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊരിക്കാമെന്ന് കരുതി. അങ്ങനെ കൊഞ്ചനതാ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പൂരി പരത്തി എടുക്കുന്നുണ്ട്. ഞാൻ പൂരി പരത്തുമ്പോൾ പൊടിയൊന്നും തട്ടിക്കാറില്ല. ഞാൻ എണ്ണയിൽ തന്നെയാണ് പൂരി പരത്തി എടുക്കാറ്. പിന്നെ കറി ഇന്നലത്തെ അരപ്പുണ്ടായിരുന്നല്ലേ, ഇന്നലെ അരച്ച് വെച്ചത് അതപ്പാട് ചൂടോടെ തന്നെ ഞാൻ അങ്ങ് കറിയും വെച്ചിട്ടുണ്ട്. കൊഞ്ചനുണ്ടല്ലോ കുറച്ച്, അപ്പോൾ അത് കറിയും അവിടെ വെച്ച് അങ്ങനെ ഇന്ന് ഉച്ചക്കത്തെ പണിയെല്ലാം രാവിലെ തന്നെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചനങ്ങ് ഇറക്കിയിട്ട് ഞാൻ അവിടത്തേക്ക് കടലക്കറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് പതക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മീൻകറി ആയപ്പോടെ ഞാൻ പൂരിക്കുള്ള പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി പൂരി ഒന്ന് ചുട്ടെടുക്കണം. പൂരി ഞാൻ ഒരുപാട് എണ്ണ മുക്കി വെച്ചിട്ട് ചൂടാറില്ല കേട്ടോ. കാരണം എണ്ണ എപ്പോഴും ബാക്കി വന്നിട്ട് ഉപയോഗിക്കുന്നത് വലിയ മോശമാണെന്നല്ലേ പറയാറ്. അപ്പോൾ പാറുക്കുട്ടി എണീച്ച് വന്നിട്ടുണ്ട്. 2 സോപ്പെല്ലാം ഇട്ടപ്പോൾ മോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ തന്നെ മാറ്റുന്നുണ്ട്. തന്നെ സുമേഷേട്ടൻ്റെ കുളിയെല്ലാം കഴിഞ്ഞപ്പം വിളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ട്. സുമേഷേട്ടൻ പാറുവിനെ കൈലാസം എന്തോ പറഞ്ഞപ്പോൾ അവർക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ചുണ്ടിയാണ്. മോൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതാ ഞങ്ങളും സ്കൂളിലേക്ക് പോവാണ്. ഇതാ പാറുക്കുട്ടീനെയും കൂട്ടി ഞാനും ഇറങ്ങുന്നുണ്ട്. സുമേഷേട്ടനും തിരക്കിലാണ്, പോണ്ട തിരക്കിൽ കൂട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും വിട്ടതിന് ശേഷം ഞാനിതാ എൻ്റെ ഭക്ഷണം എടുത്തിരിക്കുന്നുണ്ട്. 2 ദിവസം മക്കൾ വീട്ടിലുള്ളത് കാരണം അവരെ വയ്യാലെ ഓട്ടവും ചാട്ടവും ആയിരുന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതുപോലെ രാവിലെ മക്കളങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിയും പിന്നെയുള്ള എൻ്റെ സാധാരണയുള്ള പണികളും ഒക്കെയായി ഞാൻ ഇങ്ങനെ അങ്ങ് പോകും. ഇന്ന് കുറച്ച് നെറ്റിപ്പട്ടത്തിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ. നെറ്റിപ്പട്ട ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.